ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം, ഇതാണ് BJPയുടെ മാനിഫെസ്റ്റോ, പ്രകടന പത്രിക. ഇതാണ് നമുക്ക് വേണം, ഇംഗ്ലീഷിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണം വികസിത കേരളം, വിശ്വാസ കേരളം, സംരക്ഷണം, വികസിത കേരളം. ഇതാണ് സ്ലോഗൻ. പ്രകടന പത്രികയുടെ മുൻവശത്ത് തന്നെ നരേന്ദ്രമോദിയുടെയും നിതിൻ ബബിൻ്റെയും BJP പ്രസിഡന്റിൻ്റെയൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അകത്ത് മറ്റ് 2 പേരുടെയും UDFൻ്റെയും LDFൻ്റെയും മാനിഫെസ്റ്റോയിൽ വ്യത്യസ്തമായി ഇതിനകത്ത് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷേ കളർ ചിത്രങ്ങളാണ്. കാരണം ഇതിൻ്റെ ഹാർഡ് കോപ്പി കിട്ടിയിട്ടില്ല, അത് PDF-ൽ നിന്ന് എടുത്തതാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖാധിഷ്ഠിത വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ നട്സൽ? BJPയുടെ ഈ പ്രകടന പത്രികയുടെ നട്സൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ, അത് 3 പേരുടെയിലും ഉണ്ട്. ഇവരുടെ മാത്രമല്ല, LDFൻ്റെതും അങ്ങനെ തന്നെ, UDFൻ്റെതും അങ്ങനെ തന്നെ. ഒരു വിഷൻ ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറയേണ്ടി വരും. ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ സന്ദേശം, രാജീവ് ചന്ദ്രശേഖരൻ്റെ സന്ദേശം, തുഷാർ വെള്ളാപ്പള്ളിയുടെ സന്ദേശം, സാബു M ജേക്കബിൻ്റെ സന്ദേശം, പിന്നെ NDAയുടെ വിഷൻ 2026, അത് മനസ്സിലായില്ല. വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അടുത്ത വർഷത്തേക്കോ ഒക്കെ പറയുന്നതാണ്, അല്ലെങ്കിൽ സ്ഥിരമായി പറയുന്നതാണ്. ആ വർഷത്തേക്ക് പറയുന്ന വിഷൻ മനസ്സിലായില്ല. 2026ലേക്കുള്ള വിഷൻ എന്ന് പറയുന്നത് മനസ്സിലായില്ല. ഒരു വർഷത്തേക്കൊരു വിഷൻ ഉണ്ടാക്കുന്നത് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു വിഷൻ ഉണ്ടോ? വിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ദീർഘകാലം ഉള്ള ഒരു സംവിധാനമല്ലേ എന്നൊരു ചോദ്യം, സംശയമാണ്. ഇപ്പോൾ വിഷൻ എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ അതിനകത്തേക്ക് കയറുമ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ്? കേരളത്തിൻ്റെ പ്രൊജക്റ്റഡായിട്ടുള്ള വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഉൽപാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖല, ഗുഡ് ഗവേണൻസ്. ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമനിർമ്മാണം, ഈ മേഖലകളിലൊക്കെ വളരെ കൃത്യമായ പ്രശ്നങ്ങൾ എന്താണ്? ഒരുപാട് പേജുകളിൽ പറയണ്ട. അത് അഡ്രസ്സ് ചെയ്യാനുള്ള പാർട്ടിയുടെ, മുന്നണിയുടെ പരിപാടി എന്താണ്? പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ ക്രമാനുഗതമായി വളർത്തിയെടുക്കും? അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കൂട്ടും, ക്വാളിറ്റി എങ്ങനെ കൂട്ടും, ഇൻഫ്രാസ്ട്രക്ചർ എത്ര കൂട്ടും, എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും? അന്താരാഷ്ട്ര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെ ഇൻ്റർനാഷണൽ ഗ്ലോബൽ എഡ്യൂക്കേഷനുമായി ഇതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ കേരള വിദ്യാഭ്യാസം? അങ്ങനെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് ഈ ഡോക്യുമെൻറ്റിൽ ഇല്ല. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഞാൻ നെഗറ്റീവ് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ക്രിട്ടിക് മാത്രമല്ലല്ലോ. ഭക്ഷ്യ ആരോഗ്യ സുരക്ഷ, ഭക്ഷ്യസമൃദ്ധവും കേരള കർഷകക്ഷേമവും, കേരളത്തിന് എയിംസും ആരോഗ്യ ഇൻഷുറൻസും, ഭക്ഷ്യ ആരോഗ്യ കാർഡുകൾ, വാതിൽപ്പടി ആരോഗ്യ പരിപാലനം, വീട്ടിൽ ഡോക്ടർ എത്തി പരിശോധിക്കും, അല്ലെങ്കിൽ വാഹനത്തിൽ വീട്ടിൽ വരും, മൊബൈൽ ആശുപത്രി, പിന്നെ അതുപോലെ തന്നെ സൗജന്യ കുടിവെള്ളം, ആളുകൾക്ക് കൃത്യമായി കുടിവെള്ളം സൗജന്യമായി കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ ജലസുരക്ഷ ഉറപ്പാക്കും. ക്ഷേമ പെൻഷൻ വർധന കൊണ്ടുവരും. അതിവേഗ റെയിൽവേ കൊണ്ടുവരും. പിന്നെ വിഴിഞ്ഞം തുറമുഖാധിഷ്ഠിതമായ വികസനം കൊണ്ടുവരും. മെട്രോ ശൃംഖല കൊണ്ടുവരും. മാലിന്യ സംസ്കരണം എല്ലാവരും പറയുന്നു, ഇവരും വളരെ ഭംഗിയായി കൊണ്ടുവരുമെന്ന് പറയുന്നു. വിശ്വാസ സംരക്ഷണം കൊണ്ടുവരുമെന്ന് പറയുന്നു. ലഹരി വിമുക്ത സംസ്ഥാനമാക്കി മാറ്റും. അതുപോലെ സ്ത്രീ സുരക്ഷ, മുല്ലപ്പെരിയാർ, പിന്നെ മറ്റ് 2 രേഖകളിൽ നിന്ന് വ്യത്യസ്തമായി മുല്ലപ്പെരിയാറിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യും എന്ന് പറയുന്ന ഒരു രേഖയാണ് പിന്നെ BJPയുടെ പ്രകടന പത്രിക. അതുപോലെ തന്നെ തീരദേശ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് വേണ്ടിയിട്ട് സ്മാരകം പണിയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സുരക്ഷ, ഭക്ഷ്യസമൃദ്ധ കേരളം, കർഷക ക്ഷേമം, ഇതിനകത്തൊക്കെ ഈ ടൈറ്റിലിനപ്പുറം റിയലിസ്റ്റിക്കായ നോട്ടല്ലത്. പ്രാക്ടിക്കലായിട്ടുള്ള, പ്രൊഫഷണലായിട്ടുള്ള, റിയലിസ്റ്റിക്കായിട്ടുള്ള നോട്ടല്ല. എല്ലാ അർഹമായ വിളകൾക്കും താങ്ങുവില, ശീതീകരണ സംഭരണ ശൃംഖല, ഡിജിറ്റൽ സംഭരണവും നേരിട്ടുള്ള ധനക്കൈമാറ്റവും, ഇങ്ങനെയൊക്കെ പിന്നെ കേരളത്തിന് എയിംസും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന് എയിംസ് അല്ല പരിഹാരം. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ
മറ്റൊരു തരത്തിലാണ് കാണേണ്ടത്. ഒരു രേഖകളും ഒരു മുന്നണിയുടെ രേഖയും അത് കാണുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നതാണ് ആരോഗ്യം എന്ന് പറയുന്നിടത്ത് ഒരു മുന്നണിക്കും ഒരു വിഷനുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം ജീവിതശൈലി രോഗങ്ങളും സീനിയർ സിറ്റിസൺസിൻ്റെ പ്രശ്നങ്ങളും അനുബന്ധ കാര്യങ്ങളുമൊക്കെയാണ് കേരളത്തിൽ. അല്ലാതെ പറയുന്ന അസുഖങ്ങളില്ല കേരളത്തിൽ. പിന്നെ കുറേ ആക്സിഡൻറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണുള്ളത്. രോഗപ്രതിരോധ ശേഷിയൊക്കെ നന്നായി വാക്സിനേഷനൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെ, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളെ അത് കൊടുക്കാൻ പറ്റും? ചികിത്സയാണ് ആരോഗ്യം എന്നുള്ളതാണ് ഈ രേഖയിലെ കാഴ്ചപ്പാട് ശരിയല്ല. ചികിത്സയല്ല ആരോഗ്യം. ചികിത്സ ഈസ് വൺ ആൻഡ് ഓൺലി പാർട്ട് ഓഫ് ആരോഗ്യം. ഒരു ഹെൽത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ചികിത്സാ സൗകര്യങ്ങൾ, അതല്ല പ്രധാനം. ഈ തരത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയൊക്കെ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് ആരോഗ്യരംഗത്ത്. സമഗ്ര ആരോഗ്യ പരിപാടി എന്ന് പറഞ്ഞാൽ ആശുപത്രികൾ കൊടുക്കൽ അല്ല, അല്ലെങ്കിൽ ആശുപത്രികൾ കൊടുക്കൽ മാത്രമല്ല. പാചകവാതക സബ്സിഡി അതൊക്കെ ഡയറക്റ്റായിട്ട് ആളുകൾക്ക് ഗുണം കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിംഗസമത്വം, വില കൂടുമ്പോൾ വിറക് ശേഖരിക്കുന്ന മറ്റുള്ള അന്യായ അധികാരം സ്ത്രീകളിൽ വന്നു ചേരുന്നു, സ്ത്രീകളുടെ ആരോഗ്യ ശാക്തീകരണ മേഖലകളിൽ വർഷങ്ങളായി നയം കുറിച്ച് നേട്ടങ്ങളെ വിഫലമാക്കുന്നു. ഇതൊന്നും ഇപ്പോൾ കേരളത്തിൽ വിറക് ശേഖരണം ഇതൊന്നും കേരളത്തിൽ അങ്ങനെ നടക്കുന്ന, ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ പറയാൻ കൊള്ളാം. ഇതാരാണ് എഴുതിയതെന്നറിയില്ല. ഇരുന്നിട്ട് കേരളത്തിൽ വിറക് ശേഖരണം എന്ന് പറഞ്ഞ് സ്ത്രീകളൊന്നും ഒരു വീട്ടിൽ നിന്നും റോഡിലിറങ്ങി നടക്കുന്നൊന്നുമില്ല, ഒരു ഗ്രാമത്തിലുമില്ല. അപ്പോൾ വിവരക്കേടുകൾ എഴുതി വയ്ക്കുന്നത് കൂടിയുണ്ട്. ആരോ ചുമ്മാ ഇരുന്ന് കുറച്ച് ആളുകൾ ഇരുന്ന് എഴുതുന്നു, ആരെന്ന് ഞാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് ആരെ കുറ്റം പറയാൻ കഴിയില്ല. ഹോംവർക്ക് ചെയ്തവർ ചിലപ്പോൾ ചായ പോലും കുടിക്കാതെ ചെയ്തതായിരിക്കും രാത്രി, അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഓരോ വീട്ടിലും തടസ്സമില്ലാത്ത കുടിവെള്ളം ലഭ്യമാക്കും. ജലജീവ മിഷൻ ഭംഗിയായി നടപ്പിലാക്കിയാൽ പിന്നെ ഓരോ വീട്ടിലും ഇത് നടപ്പിലാക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികൾ ഒരുപാടുണ്ട്. അതെങ്ങനെ കേരളത്തിന് സമന്വയിപ്പിച്ച് കേരളത്തിൽ കൂടുതൽ ആളുകൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും ഈ രേഖ പറയുന്നില്ല. പിന്നെ സാങ്കേതികവിദ്യ, നൂതനാശയങ്ങൾ, വ്യവസായ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചില പ്രോജക്റ്റുകൾ പറയുന്നതല്ലാതെ അതിലും കൃത്യമായൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പിന്നെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നിടത്തും വളരെ വേഗമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ചുരുക്കത്തിൽ ഈ രേഖ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിനപ്പുറം കൃത്യമായ ഒരു വിഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മിഷൻ ഞങ്ങൾ പ്രവർത്തിപ്പിക്കും എന്നുള്ള ഒരു ഡോക്യുമെൻ്റായി ഇതിനെ കാണാൻ കഴിയില്ല. അതേസമയം കുറേയധികം കാര്യങ്ങൾ, കുറേയധികം പ്രവർത്തനങ്ങൾ, പ്രോജക്റ്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് പോരാ എന്നുള്ള അഭിപ്രായമാണ്. എന്ന് വിചാരിച്ചത് മോശമാണെന്നല്ല, നല്ല പ്രകടന പത്രികയാണ്. പക്ഷേ ഞാൻ പറയുന്നൊരു പെർസ്പെക്റ്റീവ്, ഒരു കാഴ്ചപ്പാട് ഈ പ്രകടന പത്രികയിൽ വന്നിട്ടില്ല.